ഇന്നിപ്പോൾ കല്യാണ വീട്ടിലെ ടേസ്റ്റിൽ പ്രഷർ കുക്കറിൽ ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ അടിപൊളിയാണ് കേട്ടോ. ഞാൻ അത് കുറേ ടൈം ഉണ്ടാക്കിയൊരു സക്സസ് ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ചണ്ടിക്കോഴി നട്ട് പറയുക, മറ്റേ ചിക്കൻ ഇല്ലേ, ലഗോൺ ചിക്കൻ ഇല്ലേ, അതാണ്. അതൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില, പെരുംജീരകം, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെ എല്ലാം കൂടെ അരച്ച പേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉള്ളി വഴച്ചയിലേക്ക് ഇട്ട് കൊടുത്തു, തക്കാളി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ ഒഴിച്ചു കൊടുത്തു. ഇട്ട് കൊടുത്തിട്ട് ആ ഒരു മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഇതൊന്ന് വിസിലടുപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കുക്കർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നല്ല എളുപ്പമാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു 3 ലെവലായിട്ടാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തേത് പ്രഷർ കളയാനാണ്. അപ്പോൾ ലെവൽ 2 ഇട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. ലെവൽ 1 വെജിറ്റബിളും ലെവൽ 2 മീറ്റ്സുമാണ് കുക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ സൈലൻ്റ് ആയിട്ടുള്ള ഒരു കുക്കറാണ് കേട്ടോ. ഭയങ്കര പ്രഷറിൽ സൗണ്ട് വരിക, പേടിക്കാൻ അങ്ങനെയൊന്നുമില്ല, അടിപൊളിയാണ് കേട്ടോ. സൈലൻ്റ് ആയിട്ടുള്ള കുക്കറാണ്. ഫുൾ ടൈം ഒരു ചെറിയ പ്രഷർ ഇങ്ങനെ പോകും, ഇടയ്ക്കൊരു ചെറുതായിട്ട് കുറച്ച് നല്ലൊരു പ്രഷറും പോകും, അങ്ങനെയാണ്. ഇപ്പോൾ ഞാനിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്. നെയ്യിൽ ഉള്ളി വഴച്ചതിൻ്റെ ശേഷം ഉള്ളിയും ക്യാരറ്റും, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ കുറച്ച് മല്ലിയില, പുതിനയില, അങ്ങനെ എല്ലാം കൂടെ ഇട്ട് വഴറ്റി ജീരകശാല റൈസ് ഒന്ന് ആ ഒരു എണ്ണയിൽ തന്നെ ഇട്ടിട്ടൊന്നും, അതായത് നമ്മൾ ആ വഴറ്റേൻ്റെ കൂട്ടത്തിലിട്ടൊന്ന് വറുത്തതിന് ശേഷം 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഒന്നിങ്ങോട്ട് ഫുള്ളായിട്ട് കുക്ക് ചെയ്യൂല കേട്ടോ, ഒരു ഹാഫ് കുക്കേ ചെയ്യുള്ളൂ. അതിൻ്റെ ശേഷം നമ്മൾ മസാലയിലേക്ക് ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഹാഫ് കുക്കായിട്ടുള്ള റൈസാണ് കേട്ടോ. പിന്നെ ഞാനിതാ വീണ്ടും മൂടി വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ലെവൽ 2 ഇട്ടിട്ട് ഏറ്റവും കുറഞ്ഞ തീയിൽ ഒരു 5 മിനിറ്റ്സ് വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ശേഷം പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇത് ഓപ്പണാക്കി നോക്കുന്നത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റും സ്മെല്ലും ഒക്കെ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയുണ്ട്. ഇപ്പോൾ നോക്കിയാൽ കുക്കറിൻ്റെ അടി പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ലിങ്ക് വേണ്ട ഒരു പേജ് ഒന്ന് ഫോളോ ചെയ്തതിന് ശേഷം ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അടിപൊളിയാണ്, കാരണം നല്ല ക്വാളിറ്റിയും വെയിറ്റും ഒക്കെ ഉള്ള അടിപൊളി കുക്കറാണ്. അതുപോലെ തന്നെ 2 സൈസിലാണ് വരുന്നത്. നമുക്ക് ലിഡ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വെള്ളം വറുക്കുന്ന ഒരു സംഭവം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ. ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, അടിപൊളി സ്മെല്ലും ടേസ്റ്റൊക്കെ ആയിട്ടുള്ള അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഞാൻ ചേർത്തിട്ടുള്ളതെന്ന്, അതും കൂടെ നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ മസാല നമ്മൾ ഓപ്പൺ ആക്കിയ സമയത്ത് കുറച്ച് തൈരും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനും ആദ്യം ഹാഫ് കുക്ക് എടുത്തിട്ട് പിന്നെ റൈസ് ഇട്ടിട്ടാണ് ബാക്കി മുഴുവനായിട്ട് വേവിച്ചിട്ടുള്ളത് കേട്ടോ.